ഈ വടി കൊടുത്തു അടി വാങ്ങിയെന്ന് പറത്തില്ലേ, ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മുടെ BB ഹൗസിലെ ബോയ്സിൽ 1-2 പേര് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരും കേട്ടോ. കാര്യം എന്ന് പറയാൻ നമ്മുടെ ജസീൽ ഇങ്ങനെ അടങ്ങി മിണ്ടാതൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ജസീലിനെ ഗെയിമിലേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് ഇവരെല്ലാവരും ചെന്ന് ജസീലിനെ ഇളക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ലാസ്റ്റ് ജസീലിൻ്റെ വായിരിക്കുന്ന മൊത്തം കേട്ടത് ഇവരാണ്. കാര്യം ജസീൽ പറയുന്നതൊക്കെ കറക്റ്റ് പോയിൻ്റാണ്. ആളങ്ങനെ ഗെയിമൊന്നും കളിക്കാതെ മാറിയിരിക്കുകയാണെങ്കിലും നല്ല രീതിയിൽ ഗെയിം വാച്ച് ചെയ്യുന്നുണ്ട്. കാര്യം ഹിന്ദി ബിഗ് ബോസിൽ ഇതിന് മുന്നേ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെന്താണ് ഗെയിം കളിക്കുന്നതെന്ന് ആൾ നന്നായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. ആ ഒരു വാച്ച് ചെയ്യൊക്കെ കറക്റ്റ് വേയിലാണ്. അത് ഈ ജസീലിനെ കുത്തി ഇളക്കിയപ്പം ജസീലിൻ്റെ വായിൽ നിന്ന് വീണ വാക്കുകളുണ്ട് മനസ്സിലായി. അതായത് ജസീൽ ഗെയിം കളിക്കുന്നില്ല, ജസീൽ ഒന്നിലും ഇൻട്രാക്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ജസീലിനെ ഇളക്കാൻ ചെന്നവരോട് ജസീൽ ചോദിക്കുന്നു, ഞാൻ എന്ത് ഗെയിം കളിക്കണം? നിങ്ങൾ ഈ ഒരാളുടെ പുറകെ പോയി കളിക്കുന്ന പോലത്തെ ഗെയിം കളിക്കണോ എന്ന് ചോദിക്കുന്നു. കാര്യം ജസീലിന് മനസ്സിലായി അനീഷ് പോസിറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ഇവർ അനീഷിൻ്റെ പുറകെ പോയി അനീഷിൻ്റെ ഗെയിമിലാണ് വീണിരിക്കുന്നതെന്ന് മനസ്സിലായി. അത് പറയുന്നു, എന്നെ കിട്ടത്തില്ല, അനീഷിൻ്റെ പുറകെ നടക്കാൻ എന്നെ കിട്ടില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പോലും ഇവർക്ക് മനസ്സിലാവുന്നില്ല. ജസീൽ പറയുന്നു, എന്നെ കിട്ടത്തില്ല, എനിക്ക് ആ ഗെയിം വേണ്ട. അപ്പോൾ വീണ്ടും പറയാണ് ജസീലോട് വെറുതെ ഇരിക്കുകയാണ്, ജസീൽ ഗെയിമില്ലെന്ന്. അപ്പം ജസീൽ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, നിങ്ങളിവിടെ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ ഗ്യാങ് ആയിട്ട് കൂടി, അതാ പറഞ്ഞത് ഗ്യാങ് ആയിട്ട് കൂടി അനീഷിനെ പുറകെ നടക്കുമല്ലേ എന്ന്. അപ്പോൾ അവിടെ അവർ ഗ്യാങ് ആയി എന്ന് വീട്ടിനകത്ത് തന്നെ ഒരു സംസാരം ഉണ്ടായി. ഈ ബോയ്സ് എല്ലാവരും കൂടെ ചേർന്ന് ഗ്യാങ് ആയി നിന്നുകൊണ്ട് അനീഷിനെതിരെ കളിക്കുന്നു എന്നുള്ള സംസാരം അവിടെ ഉണ്ടായി. അപ്പോൾ പുറത്തും ഇത് തന്നെ ആയിരിക്കും സംഭാഷണമെന്ന് ജസീലിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ജസീൽ ചോദിക്കുന്നത്, നിങ്ങളെന്താ ഗുണ്ടകളാണോ? ഗ്യാങ് ചേർന്ന് ഗുണ്ട വിളയാട്ടമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മുടെ അക്ബർ ഇപ്പോൾ എന്തൊക്കെ തമാശ തിരിച്ച് പറയുന്നുണ്ട്. പക്ഷേ ജസീലാണ് അവിടെ സ്കോർ ചെയ്തത്. ഇവർ വിചാരിച്ചു രാവിലെ ഒരു സംഭവം ഉണ്ടായി, നമ്മൾ അനുമോളെ കരയിപ്പിച്ചു നമ്മുടെ ഷാനവാസ്. അനുമോളെ ഒന്നും ഞാൻ കരയത്തില്ല, ഭയങ്കര സ്ട്രോങ് ആണെന്നൊക്കെ പറഞ്ഞ് വന്ന വ്യക്തിയല്ലേ. അപ്പോൾ അനുമോളെ കരയിപ്പിച്ചു. അതുപോലെ തന്നെ ജസീലിനെ കരയിപ്പിക്കാം എന്ന് പറഞ്ഞ് വന്നതാ. പക്ഷേ പവനായ ശവ എന്ന് പറഞ്ഞാൽ മതി. ജസീൽ നല്ല രീതിയിൽ മറുപടി പറഞ്ഞു കേട്ടോ. ആളിങ്ങനെ മിണ്ടാണ്ടൊക്കെ ഇരിക്കുന്നേ ഉള്ളൂ, നല്ല രീതിയിൽ സംസാരിക്കാനൊക്കെ അറിയാം. അത് കൃത്യമായ പോയിൻ്റ് സംസാരിക്കാൻ അറിയാം. അപ്പോൾ അതുപോലുള്ളൊരു ഗെയിം എന്തായാലും എനിക്ക് തോന്നുന്നു നോക്കി ഇരുന്ന് ഉടനെ ഒരാഴ്ച കൊണ്ട് തന്നെ ജസീൽ ഗെയിമിലേക്ക് ഇറങ്ങുമായിരിക്കും. ഇറങ്ങിയാൽ ഇതുപോലൊക്കെ പോയിൻ്റ് പറഞ്ഞ് ഇറങ്ങിയാൽ നല്ലതായിരിക്കും. എന്തായാലും ടോപ്പ് 10 എത്താൻ കഴിയുന്നതാണ് എനിക്ക് തോന്നുന്നത്. പോയിൻ്റ് പറയുന്നുണ്ട്, അതങ്ങനെ ഗെയിം കളിച്ചാൽ നമുക്ക് നോക്കാം. കാര്യം ഇപ്പോൾ നമ്മുടെ ഈ ബോയ്സ് എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് തന്നെ ഗെയിം കളിക്കുന്നത്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഗെയിം കളിച്ചാലേ ഇവർക്ക് ഇൻഡിവിജ്വലായിട്ടുള്ളൊരു ഫാൻ ബേസ് പുറത്തുണ്ടാകത്തുള്ളൂ, അവർക്ക് അങ്ങനെ വോട്ട് കിട്ടത്തുള്ളൂ. ഇതിപ്പോൾ എല്ലാവരും കൂട്ടത്തോട് ചേർന്ന് കുറച്ച് പേർ ടാർഗറ്റ് ചെയ്യുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാൻ രേഖപ്പെടുത്തണം. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.